14-ാം വയസ്സിൽ രണ്ടാമത്തെ ഇംഗ്ലീഷ് കവിതാ സമാഹാരം പുറത്തിറക്കാനൊരുങ്ങുകയാണ് തിരുവനന്തപുരം സ്വദേശി തമാര നമ്പ്യാർ. ബ്രൂസേഴ്സ് ആൻഡ് ബട്ടർഫ്ലൈസ് എന്ന തമാരയുടെ രണ്ടാം പുസ്തകം ഒക്ടോബർ 5-ന് പുറത്തിറങ്ങും. തമാരയുടെ 11-ാം വയസ്സിലായിരുന്നു ആദ്യ കവിതാ സമാഹാരം അൺഡിസ്കവേർഡ് പുറത്തിറങ്ങിയത്. പ്രകൃതി, മനുഷ്യ മനസ്സിന്റെ വികാരം, ഏകാന്തത എന്നിവയെല്ലാം തമാരയുടെ കവിതയുടെ പ്രതിപാദ്യ വിഷയങ്ങളാണ്. The book is called Bruises and Butterflies. So bruises are about the different challenges in life, like growing up, the different emotions you deal with, and just the difficulties that you go through, or the things that you think about. And then butterflies are about the hope and the transformation and all the other good things in growing up. So it captures both the good and the bad aspects in life. ഒരു കൗമാരക്കാരി ജീവിതത്തെ കാണുന്നതും അവളുടെ ആകാംക്ഷയും ബ്രൂസേഴ്സ് ആൻഡ് ബട്ടർഫ്ലൈസിലുണ്ട്. She has expressed ഒരു angst of growing up as a pre-teenager. അതേ സമയത്ത് she has also expressed the happiness and joy that comes out of the transformation getting into teenage. അപ്പോൾ ഈ ബുക്കിൽ രണ്ടും കോൺട്രാസ്റ്റിംഗ് എലിമെന്റ്സ് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. എഴുത്തിനൊപ്പം കവിതയെ വിശദീകരിക്കുന്ന ചിത്രീകരണത്തിന് പിന്നിലും ഈ 9-ാം ക്ലാസ്സുകാരിയാണ്. 5-ാം വയസ്സ് മുതൽ എഴുതി തുടങ്ങിയ തമാരയിലെ കവിയെ തിരിച്ചറിയുന്നത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ കൂടിയായ മുത്തച്ഛൻ കെ കുഞ്ഞികൃഷ്ണനും മുത്തശ്ശി രാഗിണി കൃഷ്ണനുമാണ്. അവൾ വളരെ ചെറിയ കുട്ടിയായിരിക്കുന്ന കാലത്ത് തന്നെ എൻ്റെ ഭാര്യ രാഗിണി അവളൊരു ചെറിയ കാര്യത്തിന് വഴക്ക് പറഞ്ഞു. അവൾ നല്ല കുസൃതിയായിരുന്നു ആ കാലത്ത്. ഞാനൊരു പോക്കറ്റ് നോട്ട് ബുക്ക് എപ്പോഴും കൊണ്ടു നടക്കാറ്. അതെടുത്തിട്ട് പെന്നൊക്കെ എടുത്ത് അതിൽ ഒരു 5-8 വരി എഴുതി, പെട്ടെന്ന് എഴുതി. ഞാൻ നോക്കിയപ്പോഴും ഓഫ് കോഴ്സ് അതിൽ ശരിയായിട്ടുള്ള കവിതയുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായി കുട്ടിക്ക് കവിത നന്നായിട്ട് എഴുതാൻ പറ്റും. മാതാപിതാക്കൾക്കൊപ്പം ഹൈദരാബാദിലാണ് തമാരയുടെ താമസവും പഠനവുമെല്ലാം. ഈ മാസം 5-ന് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ നടക്കുന്ന ചടങ്ങിൽ അടൂർ ഗോപാലകൃഷ്ണൻ ബ്രൂസേഴ്സ് ആൻഡ് ബട്ടർഫ്ലൈസിന്റെ പ്രകാശനം നിർവഹിക്കും. മീഡിയ 1 തിരുവനന്തപുരം.